അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കണ്ടോത്ത് വാഹന ഗ്യാരേജിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിനശിച്ചു. കണ്ടോത്തെ TP ഓട്ടോ ഗ്യാരേജിൽ നിർത്തിയിട്ട കാറും ബൊലേറോയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പുലർച്ചെ 1 മണിയോടെ കത്തിനശിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് തിയേറ്ററുകൾ അടച്ചിട്ട് 1 വർഷമാകുന്നു. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തിയേറ്ററുകൾ അടച്ചതോടെ ദുരിതത്തിലായി നിരവധി രോഗികൾ. ആരോഗ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും രോഗികളുടെ പ്രയാസം അറിയിച്ചെങ്കിലും നടപടിയില്ല. ചെറുകുന്ന പുന്നച്ചേരിയിൽ പൂട്ടിയിട്ട വീട് കുത്തിപ്പൊളിച്ച് മോഷണം പോയത് ഇൻവെർട്ടറും ബാറ്ററിയും ഓട്ടുപാത്രങ്ങളും. മോഷണം നടന്നത് പുന്നച്ചേരിയിലെ KR വിവേകിന്റെ വീട്ടിൽ. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് കണ്ണപുരം പോലീസ്. പരിക്കേറ്റും അവശരായും കിടക്കുന്ന തെരുവുനായ്ക്കളെ പരിപാലിക്കുന്ന അപൂർവ വ്യക്തിത്വമായി പയ്യന്നൂർ സ്വദേശിയായ CP ഹരിഗോവിന്ദൻ. പയ്യന്നൂർ നഗരത്തിലും പുറത്തുമായി നിരവധി നായ്ക്കളുടെ നിയമപരമായ പരിപാലനം ഹരിഗോവിന്ദൻ ഏറ്റെടുത്തത് തികഞ്ഞ ആത്മാർത്ഥതയോടെ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കണ്ടോത്ത് വാഹന ഗ്യാരേജിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിനശിച്ചു. കണ്ടോത്തെ TP ഓട്ടോ ഗ്യാരേജിൽ നിർത്തിയിട്ട കാറും ബൊലേറോയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പുലർച്ചെ 1 മണിയോടെ കത്തിനശിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. പുലർച്ചെ 1 മണിയോടെയാണ് പയ്യന്നൂർ കണ്ടോത്തെ TP ഓട്ടോ ഗ്യാരേജിൽ തീപിടുത്തമുണ്ടായത്. റോഡിലൂടെ പോകുന്നവരാണ് ആദ്യം തീ കണ്ടത്. തുടർന്ന് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിൽ 1 കാറും 1 ബൊലേറോയും പൂർണ്ണമായും കത്തിനശിച്ചു. 3 വാഹനങ്ങൾ ഭാഗികമായും കത്തിനശിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ടോത്ത് സ്വദേശിനിയുടേതാണ് സ്ഥാപനം. അപ്പോൾ ഇന്നലെ രാത്രി ഒരു വാഹനം എങ്ങനെയാണെന്നറിയില്ല, കത്തുന്നത് കണ്ട് ഷോർട്ടായിട്ടോ എങ്ങനെയാണെന്നറിയില്ല. പിന്നെ കത്തുന്നത് കണ്ടിട്ടാണ് വഴിയിൽ മെയിൻ റോഡിൻ്റെ സൈഡായതുകൊണ്ട് യാത്രക്കാർ കണ്ടിട്ടാണ് ഫയർഫോഴ്സിനെ വിളിക്കുകയും ആ സ്ഥാപനത്തിൻ്റെ അവിടുന്ന് നേരിട്ട് രാത്രി ബോർഡിലെ നമ്പർ വെച്ച് വിളിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പോൾ അടിക്കടിയാണ് ഇത്തരം അഗ്നിക്കിരയാവുന്ന സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പുകൾ മാറുന്നത്. പോകാനൊക്കെ നമ്മളെ ഈ മേഖലയിൽ തന്നെ പാരമ്പര്യ വർക്ക്ഷോപ്പിൽ തന്നെ നമുക്ക് വലിയ ഒരു വിഷമമാണ്. രാവിലെ നിൽക്കുന്ന കേൾക്കുമ്പോൾ പണിയെടുക്കുക. ഇനിയും സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലാണ് ഈ വർക്ക്ഷോപ്പ് മേഖല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് തിയേറ്ററുകൾ അടച്ചിട്ട് 1 വർഷം. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തിയേറ്ററുകൾ അടച്ചതോടെ നിരവധി രോഗികൾ ദുരിതത്തിലായി. നവീകരണത്തിന്റെ പേരിൽ തിയേറ്ററുകൾ 1 വർഷം മുൻപ് അടച്ചതോടെ സർജറി നിർദ്ദേശിച്ച 300 രോഗികളാണ് ഡോക്ടറുടെ കുറിപ്പുമായി കാത്തിരിക്കുന്നത്. പരിയാരത്ത് ബൈപ്പാസ് സർജറി ചെയ്യുന്ന 2 ഡോക്ടർമാരുണ്ടായിട്ടും സർജറി തിയേറ്ററുകൾ തുറക്കാത്തതിനെതിരെ പ്രതിഷേധമുണ്ട്. സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതികളിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ നിർധനരായ രോഗികളാണ് പരിയാരത്തെ കൂടുതൽ ആശ്രയിക്കുന്നത്. നിലവിൽ ബൈപ്പാസ് സർജറി വേണ്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ 4 മാസത്തിന് ശേഷമുള്ള തീയതിയാണ് സർജറിക്ക് നൽകുന്നത്. ഇതോടെ വീണ്ടും ഇവിടെ എത്തുന്നവർക്ക് മരുന്ന് മാത്രം നൽകുകയാണ് ചെയ്യുന്നതെന്ന് രോഗികൾ പറഞ്ഞു.
സർജറി തിയേറ്ററുകൾ പ്രവർത്തനം തുടങ്ങിയാൽ ബൈപ്പാസ് ചെയ്യാമെന്ന് മാത്രമേ ഡോക്ടർമാർ പറയുന്നുള്ളൂ. എന്ന് തുറക്കുമെന്ന് ഡോക്ടർമാർക്കും അറിയില്ല. ആരോഗ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും രോഗികളുടെ പ്രയാസം അറിയിച്ചെങ്കിലും ഇതുവരെയായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് തിയേറ്ററുകൾ തുറക്കാത്തതെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം കഠിനമായ നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് ബൈപ്പാസ് സർജറി ആവശ്യമായി വന്നപ്പോൾ ബന്ധുക്കൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് സർജറി നടത്തുകയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കണമെന്നാണ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് പുന്നച്ചേരിയിൽ പൂട്ടിയിട്ട വീട് കുത്തിപ്പൊളിച്ച് മോഷണം. ഇൻവെർട്ടറും ബാറ്ററിയും ഓട്ടുപാത്രങ്ങളുമാണ് മോഷണം പോയത്. ചെറുകുന്ന് പുന്നച്ചേരിയിലെ KR വിവേകിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ചെറുകുന്ന് പുന്നച്ചേരിയിലെ KR വിവേകിന്റെ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. പുന്നച്ചേരി റേഷൻ കടയുടെ പിറകുവശത്തുള്ള വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകയറിയത്. പൂജാമുറിയിലെയും അടുക്കളയിലെയും മറ്റുമായി ഓട്ടുപാത്രങ്ങളും ഓഫീസ് റൂമിൽ സൂക്ഷിച്ച ഇൻവെർട്ടർ ബാറ്ററിയുമടക്കം 76,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് പരാതി. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം വീട് തുറന്നപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വീട്ടിൽ ഇങ്ങനെ മോഷണം നടന്നിട്ടുള്ളത്. ആള് താമസമില്ലാത്തൊരു വീടാണിത്. അപ്പോൾ അവർ ഇതിൻ്റെ വീട്ട് ഉടമസ്ഥൻ ബാങ്കിൽ ജോലി അവരെവിടെയോ വേറെ താമസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ അങ്ങനെ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇത് അയൽവക്കക്കാർ എന്നുള്ള നിലയിൽ ഞാൻ തൊട്ടടുത്ത വീട്ടിലാണ് നമ്മൾ. അപ്പോൾ അയൽവക്കക്കാർ എന്നുള്ള നിലയിൽ നമുക്കത് ചെറിയൊരു ആശങ്കയുണ്ട്. അപ്പോൾ അധികാരികൾ ഇനി ഒരു ശ്രദ്ധ ഈ ഭാഗത്ത് കൊടുക്കണം എന്നുള്ളതാണ്. റെയിലിൻ്റെ സൈഡാണ്, കാടും മേലുള്ള. അതുപോലെ പൊറുക്കുന്ന ആൾക്കാരെല്ലാം അവരെയാണിപ്പോൾ സംശയിക്കുന്നത്. ശേഷം അവരെ 10,75,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വീട്ട് ഉടമസ്ഥൻ പറഞ്ഞതായി പറയുന്നത്. അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധ ഉണ്ടാകണം. മോഷണം നടന്നത് അറിഞ്ഞതോടെ സമീപവാസികളും ആശങ്കയിലാണ്. കണ്ണപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിക്കേറ്റും അവശരായും കിടക്കുന്ന തെരുവുനായ്ക്കളെ പരിപാലിക്കുന്ന അപൂർവ വ്യക്തിത്വമാണ് പയ്യന്നൂർ സ്വദേശിയായ CP ഹരിഗോവിന്ദൻ. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്ര പരിസരത്ത് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന നായയെ 2 ആഴ്ചയായി ശുശ്രൂഷിക്കുകയാണ് ഇദ്ദേഹം. സ്ഥലം പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ക്ഷേത്രത്തിനു മുന്നിലെ ദേവസ്വം ഓഫീസ് മുറ്റത്തിന്റെ ഒരു വശം. CP ഹരിഗോവിന്ദനും ദേവസ്വം ഓഫീസ് ക്ലർക്ക് VM സുരേഷും വാഹനം തട്ടി പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ ഒരു തെരുവുനായയെ ശുശ്രൂഷിക്കുകയാണ്. 2 ആഴ്ചയായി ഇത് തുടർന്നു വരുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഡോക്ടറുടെ കുറിപ്പടി പ്രകാരമുള്ള ഗുളികകളും ഹരിഗോവിന്ദൻ നായയ്ക്കു നൽകി. മുറിവ് വൃത്തിയാക്കി മരുന്നു വച്ച് കെട്ടി. എല്ലാത്തിനും സഹായിയായി സുരേഷുമുണ്ടായിരുന്നു. മൗനസാക്ഷിയായി മറ്റൊരു പട്ടിയും. പരിക്കേറ്റ് കിടക്കുന്ന പട്ടിയുടെ കുഞ്ഞാണെന്ന് ഹരിഗോവിന്ദനും സുരേഷും പറഞ്ഞു. അമ്മപ്പട്ടി പരിക്കേറ്റ് കിടക്കുന്ന ആദ്യഘട്ടത്തിൽ തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്കുമായായിരുന്നു അമ്മപ്പട്ടിക്കരികിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ പട്ടിയുടെ സംരക്ഷണ ചുമതല ഹരിഗോവിന്ദൻ ഏറ്റെടുത്തതു മുതൽ ഒരു കാവലെന്നോണം ഇവിടെ തന്നെ നിലയുറപ്പിച്ച പട്ടിക്കുഞ്ഞ് കണ്ടു നിൽക്കുന്നവരുടെയും മനസ്സലിയിക്കുന്ന കാഴ്ചയായി മാറുന്നുണ്ട്. കുറച്ച് നല്ല മനുഷ്യർ ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന മഹത്തായ പരിശ്രമമായി തന്നെ ഇതിനെ കാണണം. ക്ഷേത്രം പൂജാരിമാരുൾപ്പെടെ സാമ്പത്തിക സഹായം പോലും നൽകാൻ തയ്യാറാണിവിടെ. ഹരിഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച് VM സുരേഷ് ഇങ്ങനെ പറയുന്നു. ഏകദേശം ഒരു 2 ആഴ്ച മുമ്പാണ് ഈ സൺഷൈഡിൻ്റെ മുകളിൽ ഈ നായിനെ കാണുന്നത്. അതിവിടെ പണിയെടുക്കുന്ന കല്ലിൻ്റെ പണിയെടുക്കാൻ വന്നവരാണ്. 2 ചെവി കണ്ടിട്ട് നോക്കുമ്പം ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്നതുണ്ട്. അപ്പോൾ ഒരു ഹരിഗോവിന്ദേട്ടൻ്റെ നമ്പർ വേറെ സംഘടിപ്പിച്ചിട്ട് ഹരിയാട്ടനെ വിളിച്ചു വന്ന് ഫയർഫോഴ്സുകാരെ വിളിച്ചു. അപ്പോൾ അവർക്ക് വലിയ വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഏണി വെക്കാൻ വരാൻ പറ്റില്ല പറഞ്ഞ് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഏണി എടുത്തിട്ട് ഹരിഗോവിന്ദേട്ടനും ഓറിയോ പെറ്റ് ക്ലിനിക്കിലെ വൈശാഖം കൂടിയിട്ടാണ് നായിനെ താഴെ ഇറക്കുന്നത്. താഴെ ഇറക്കിയതിന് ശേഷം അന്ന് മുതൽ ഇങ്ങോട്ടില്ല, ഏകദേശം ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ടില്ല ചികിത്സയെല്ലാം. അവിടുന്ന് ഡോക്ടർ ഒരു 3 പ്രാവശ്യം വന്ന് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിടവിട്ട് ദിവസങ്ങളിൽ വന്നിട്ട് ഇഞ്ചക്ഷൻ അതെല്ലാം ഹരിയാട്ടിന് ഏർപ്പാടാക്കിയാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും കംപ്ലീറ്റ് ക്ലിയറാക്കി കിടന്നിട്ട് അതിന് 2 സൈഡിലും ഈ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മരുന്ന് വെച്ച് വിറ്റാമിൻ്റെ ഗുളിക കൊടുത്ത് ഹരിഗോവിന്ദേട്ടൻ രാവിലെയും വൈകുന്നേരം വന്നിട്ട് ചെയ്യും. ഹരിഗോവിന്ദന്റെ അടുത്ത യാത്ര പയ്യന്നൂർ തായ്നേരിയിലേക്കാണ്. റോഡരികിലെ ഷട്ടറിട്ട മുറികൾക്ക് പുറത്ത് അവശനായി കിടക്കുന്ന മറ്റൊരു നായയുണ്ട് അവിടെ. സമീപത്തെ ചില ചെറുപ്പക്കാരാണ് അപകടത്തിൽ പരിക്കേറ്റ നായയുടെ വിവരം ഹരിഗോവിന്ദനെ അറിയിച്ചത്.
അവരുടെ സഹായത്തോടെ നായയുടെ പരിചരണവും ഹരിഗോവിന്ദൻ ഏറ്റെടുത്തു. ഒരാഴ്ചയായി അത് തുടർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ട 2 സംഭവങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഹരിഗോവിന്ദന്റെ സഹജീവി സ്നേഹം. നഗരത്തിലും പുറത്തുമായി നിരവധി നായ്ക്കളുടെ നിയമപരമായ പരിപാലനം ഇദ്ദേഹം തികഞ്ഞ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിരാവിലെ വീട്ടിലേക്ക് വിരുന്നെത്തുന്ന ഒരു കൂട്ടം തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് CP ഹരിഗോവിന്ദന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് തന്റെ വാഹനവുമായി ടൗണിന്റെ പല ഭാഗത്തേക്കുമായി യാത്ര. അവിടെയൊക്കെയും ഇദ്ദേഹത്തിന്റെ വരവും കാത്ത് വിശന്ന വയറും ദൈന്യത നിറഞ്ഞ നോട്ടവും അസഹ്യമായ വേദനയേകുന്ന വ്രണവുമായി ഒട്ടേറെ മിണ്ടാപ്രാണികളുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഹരിഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണെന്ന് കൂടി ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിന് മിനിഞ്ഞാന്ന് വീണ് ഇതിനടുത്ത് സൈഡിലൂടെ കൊണ്ടുവച്ചു. ഇത് മഴയും നനഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഡോക്ടറെ കൊണ്ടുവന്നു. അതിനുള്ള മരുന്നും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലെ വേറെ 2 എണ്ണം കൂടിയുണ്ട്. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് അവിടെ വെക്കണം. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ട മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവരുടെ എല്ലാം കസ്റ്റോഡിയൻ. അവർ ആര് വിചാരിച്ചാലും അവർക്ക് ഒരു ഫെസിലിറ്റി ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നിട്ട് എൻ്റെ നമ്പർ കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഞാൻ ഏകദേശം എൻ്റെ മാക്സിമം ആയിക്കഴിഞ്ഞു. ഇനി ഇതെന്തവിടെ ഞാൻ എൻ്റെ ഡിമാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതെന്ത് അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു വിവരാകാശത്തിലെ കൂടി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളത് അറിയാണ്ട് തെരഞ്ഞെടുപ്പ് ആവുന്നത് പോലെ ഇതിനുള്ള ജീവനുള്ള ഇടത്തോളം കാലം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. പയ്യന്നൂരിലോ പരിസര പ്രദേശങ്ങളിലോ എവിടെയും തെരുവു നായകൾക്ക് അപകടങ്ങൾ പറ്റിയാൽ ആദ്യം തന്നെ ഹരിഗോവിന്ദനെ തേടി ആ വാർത്തയെത്തും. ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തേണ്ടുന്ന ബാധ്യത നഗരസഭയ്ക്കും മറ്റുമുണ്ടെങ്കിലും നിലവിൽ ഹരിഗോവിന്ദനിൽ മാത്രമാണ് ഈ കടമ ഒതുങ്ങിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ സെപക് താക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ പ്രചാരണാർത്ഥം തൃക്കരിപ്പൂരിൽ ദേശീയ അന്തർദേശീയ താരങ്ങളെ അണിനിരത്തി പ്രദർശന മത്സരം നടത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. സെപക് താക്രോയിൽ ദേശീയ അന്തർദേശീയ സംസ്ഥാന താരങ്ങളായ P. ഷക്കീർ, തീർത്ഥരാമൻ, K. ശ്രേയ, ധനുൽ കൃഷ്ണൻ, നന്ദു കൃഷ്ണൻ, P. ഹരിനന്ദനൻ, S. അജയ്, K. വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ താരങ്ങളാണ് പ്രദർശന മത്സരങ്ങൾക്ക് കളത്തിൽ ഇറങ്ങിയത്. രഘു ഇവന്റ്, കോഡ് ഇവന്റ്, ഡബിൾ ഇവന്റ് എന്നീ ഇനങ്ങളാണ് പ്രദർശന മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. മത്സരത്തിന് പരിശീലകരായ MTP ബഷീർ, KV ബാബു, K. മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. ശബരിദാസ് ബാലൻ മത്സരം നിയന്ത്രിച്ചു. പ്രദർശന മത്സരം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ C. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഡോക്ടർ VPP മുസ്തഫ, സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VPU മുഹമ്മദ് ഇക്ബാൽ, M. രാജേഷ്, KV ഗോപാലൻ, TV ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്ലബ്ബ് പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രദർശന മത്സരം കാണാൻ എത്തിയിരുന്നു. ഡിസംബർ 22 മുതൽ 26 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ദേശീയ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 25 സംസ്ഥാനങ്ങളിൽ നിന്നും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാര തലിച്ചാലം പാലത്തിന് മുകളിലെ റോഡ് കുണ്ടും കുഴിയുമായത് യാത്രക്കാരെ വലയ്ക്കുന്നു. പാലത്തിന്റെ മധ്യഭാഗത്തായി രൂപം കൊണ്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാണ്. റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കി പയ്യന്നൂരിനും തൃക്കരിപ്പൂരിനും ഇടയിൽ സഞ്ചരിക്കാവുന്ന എളുപ്പമാർഗമാണ് കാര തലിച്ചാലം പാലം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ 100 കണക്കിന് വാഹനങ്ങൾ ദിനേന കടന്നുപോകുന്നു. എന്നാൽ പാലത്തിലൂടെയുള്ള സഞ്ചാരം യാത്രക്കാരുടെ നട്ടെല്ലൊടിക്കും. വർഷങ്ങളായി റീടാറിംഗ് നടക്കാത്തതിനാൽ പാലത്തിനു മുകളിലെ റോഡ് കുണ്ടും കുഴിയുമാണ്. പാലത്തിന്റെ ഒത്ത മധ്യത്തിൽ തന്നെയുള്ളത് വലിയ ഗർത്തമാണ്. റോഡ് അറ്റകുറ്റപ്പണി നടത്തി വാഹന ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിൻ്റെ അവസ്ഥ ദയനീയമാണെന്ന് പറയുന്നത് കാഴ്ചക്കാർക്ക് തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ തങ്കയം മുതൽ ഈ പാലത്തിൻ്റെ അക്കര വരെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ കഴിഞ്ഞ മന്ത്രിസഭ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം നടന്ന ഒരു വർക്കായത് ഇതിൻ്റെ മെക്കാഡം ടാറിങ്. അതൊരു സ്റ്റേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ സ്റ്റേജ് ഇതുവരെ നടന്നിട്ടില്ല. അതുപോലെ ഈ പാലത്തിൻ്റെ അവസ്ഥ, ധാരാളം വാഹനങ്ങൾ പോകുന്ന
ഒരു ബൈപ്പാസ് റോഡായത്. വളരെ പ്രധാനപ്പെട്ട റോഡ്. പയ്യന്നൂരിൽ നിന്ന് കാലിക്കടവിലേക്ക് NH എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ബൈപ്പാസ് റോഡായത്. ധാരാളം ബസ്സുകൾ ബാംഗ്ലൂർ റോഡിലൊക്കെ ഓടുന്ന ധാരാളം ബസ്സുകൾ ഈ വഴിക്ക് ദിവസേന കടന്നു പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ലോറികളും വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു പാതയായത്. ഈ പാതയുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണിത്, കാര തളിച്ചാലം റോഡ്. ഈ തളിച്ചാലം പാലത്തിന് മുകളിൽ വലിയ ഗർത്തങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. സമീപവാസികൾക്കൊക്കെ വലിയ പരാതിയാണുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് അടക്കം അവർ ഉപയോഗിക്കുന്ന ഒരു റോഡ് എന്ന നിലയിൽ അതിന്റെ ശോച്യാവസ്ഥ അവരെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. അധികൃതർ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് അവർക്ക് പറയുവാനുള്ളതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. വെങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ ഇരുവശവുമുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായിട്ട് നാളുകൾ ഏറെയായി. ബസ് ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല. പഴയങ്ങാടി വെങ്ങര മുട്ടത്തെ റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുകയാണ്. നിലവിൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് പ്രസ്തുത മേൽപ്പാലത്തിന് ഇരുവശത്തുമുള്ള റോഡുകളെയാണ്. മുട്ടം, പാലക്കോട്, ഏഴിമല നേവൽ അക്കാദമി തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. മാടായി, രാമന്തളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിനെയാണ് നിരവധി യാത്രക്കാർ ദിനേന ആശ്രയിക്കുന്നത്. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ജനങ്ങൾ പ്രയാസമനുഭവിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാർ ഇവിടെ കുഴിയിൽ വീഴുന്നത് പതിവായി മാറിയിട്ടുണ്ട്. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയില്ലെങ്കിൽ സമരത്തിലേക്ക് പോകുമെന്ന് നാട്ടുകാർ പറയുന്നു. വെങ്ങര ഗേറ്റ് മേൽപ്പാലത്തിൻ്റെ വർക്ക് തുടങ്ങി വർഷങ്ങളായിട്ടും അത് പൂർത്തീകരിക്കാതെ ഒരു വല്ലാത്ത അനാസ്ഥയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഏത് ഗവൺമെൻറ് ആവട്ടെ അത് പൂർത്തീകരിക്കാനുള്ള ജനങ്ങളെ ദുരിതാവസ്ഥ മാറ്റിക്കൊടുക്കേണ്ടത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥ അതിനേക്കാളും പരിതാപകരമാണ്. കാരണം ഈ ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ ബ്ലോക്കുകൾ ഈ അപ്രോച്ച് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ ഈ അപ്രോച്ച് റോഡിൽ എത്രയോ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പം ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല, രണ്ട് ഭാഗത്തും ഈ മേൽപ്പാലത്തിന് രണ്ട് ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കിടയിൽ ശക്തമായി വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം കോക്കാട് മുച്ചിലോട് പെരുങ്കളിയാട്ടത്തിന് ആവശ്യമായി ഉപയോഗിക്കുന്ന കിണറുകളിൽ ഗുണനിലവാര പരിശോധന നടത്തുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. ജലജന്യ രോഗങ്ങൾ തടയുകയാണ് പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മുച്ചിലോട്ട് കളിയാട്ട ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന കിണറുകളിൽ നിന്ന് ഗുണനിലവാര പരിശോധനയ്ക്കായി വെള്ളം എടുക്കുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. ജലജന്യ രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലോറിനേഷൻ നടത്തിയത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത MD ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണ റാം IV, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷനോജ് P, ഉമേഷ് PV, ഗോപാലകൃഷ്ണൻ PV എന്നിവർ നേതൃത്വം നൽകി. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ബിനി B നായർ, രൂപ, മിഡ് ലെവൽ സർവീസ് പ്രൊവിഡർ ഷാൻഡി K, ആശാവർക്കർമാർ, കളിയാട്ട ആരോഗ്യ കമ്മിറ്റി പ്രതിനിധി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോക ഭിന്നശേഷി ദിനത്തിൽ ഭിന്നശേഷിക്കാരെ ചേർത്തുപിടിച്ച് മാതൃകയായി ടൗൺ FC തൃക്കരിപ്പൂർ. ടൂർണമെന്റിലെ കളിക്കാരുമായി പരിചയപ്പെടാൻ വീൽചെയറിലും ക്രച്ചസിലുമായി ഇവർ മൈതാന മധ്യത്തിലെത്തിയത് ഹൃദയം നിറയുന്ന കാഴ്ചയായി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ഖാൻ സാഹിബ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിലെ വിശിഷ്ടാതിഥികളായാണ് ഭിന്നശേഷിക്കാരായ നാസർ കൈക്കോട്ടുകടവ്, അജാസ് നിലമ്പം, ഷബീർ ബീരിച്ചേരി, മോഹനൻ തങ്കിയം എന്നിവർ കളിക്കളത്തിലെത്തിയത്. വിശിഷ്ടാതിഥികളെ അനുഗമിക്കുന്നത് MK മുഹമ്മദ് കുഞ്ഞി, PMH അബൂബക്കർ, C ഫൈസൽ, ബാലൻ കോമത്ത്, നൌഷാദ് മൂലക്കാടത്ത്, റാസിഖ്, അജ്നാസ്, സഹദ്, ഷഹലാൻ, ഷമാസ് എന്നിവരാണ്. ടൂർണമെന്റിലെ കളിക്കാരുമായി പരിചയപ്പെടാൻ വീൽചെയറിലും ക്രച്ചസിലും ഇവർ മൈതാന മധ്യത്തെത്തി. കളിക്കാർ ഇവരുടെ അടുത്തേക്ക് ചെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി തുമ്പോട്ട സ്പോർട്സ് ക്ലബ്ബ് 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന PKD നമ്പ്യാർ സ്മാരക പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ തീയതികളിൽ തുമ്പോട്ട EMS സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കടന്നപ്പള്ളി തുമ്പോട്ട സ്പോർട്സ് ക്ലബ്ബ് 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന PKD നമ്പ്യാർ സ്മാരക പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ തീയതികളിൽ തുമ്പോട്ട EMS സ്റ്റേഡിയത്തിൽ നടക്കും. നാടകോത്സവം ഡിസംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് MV ചിന്നമ്മല ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അപ്പ നാടകം അരങ്ങേറും. ഡിസംബർ 6 നാടക സ്മൃതി സദസ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ മുഖ്യാതിഥിയാവും. തുടർന്ന് യാനം നാടകം അരങ്ങേറും. ഡിസംബർ 7 വൈകിട്ട് 7 പ്രതിഭാ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയവരെയും അനുമോദിക്കും. തുടർന്ന് ഓട്ടക്കാലണ നാടകം അരങ്ങേറും. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭദ്രായനം നാടകം അരങ്ങിലെത്തും. നാടകോത്സവത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ നടന്നതായി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നാടകോത്സവത്തിന്റെ വരവറിയിച്ച് കിഴക്കേക്കര സ്കൂൾ പരിസരത്ത് നിന്ന് തുമ്പോട്ടയിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടന്നു. വാർത്താ സമ്മേളനത്തിൽ KP ജയചന്ദ്രൻ, PP സുനിൽ, K ബിജു, KC അനിൽകുമാർ, MV രാജേഷ്, NV മഹേഷ്, K രാജേഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാലം തെറ്റി മഴ പെയ്തത് നെൽകർഷകർക്ക് തിരിച്ചടിയായി. ഓണക്കുന്ന് പാലത്തര ഭാഗങ്ങളിലെ പാടങ്ങളിലെ വെള്ളം ഇനിയും ഇറങ്ങിയിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം കർഷകരുടെ നട്ടെല്ലൊടിക്കുകയാണ്. കാലം തെറ്റി മഴ വന്നതോടെ ഞാറ്റടികൾ വെള്ളത്തിനടിയിലായി. പ്രതീക്ഷയോടെ വിളവിറക്കിയ കർഷകരിൽ ഇത് ആശങ്ക സൃഷ്ടിക്കുന്നു. മഴ മാറി മാനം തെളിഞ്ഞിട്ടും പാടത്തെ വെള്ളം ഇറങ്ങുന്നില്ല. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ പാലത്തര പുഴയിൽ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗം JCB ഉപയോഗിച്ച് നീക്കം ചെയ്തെങ്കിലും വലിയ പ്രയോജനമുണ്ടായിട്ടില്ല. ഒരേക്കറിന് 7000 രൂപയിലധികം നൽകിയാണ് കർഷകർ ഞാറ്റടി വയലിൽ നട്ടത്. കാലാവസ്ഥാ വ്യതിയാനം കർഷകരുടെ നട്ടെല്ലൊടിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. റോഡിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകടക്കിണിയാവുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ കണ്ടോന്താറിൽ വണ്ണാത്തിക്കടവ് പാലത്തിന് സമീപത്തുള്ള കുഴികളാണ് അപകടക്കിണിയായി മാറുന്നത്. പിലാത്തറ മാതമംഗലം PWD റോഡിൽ കണ്ടോന്താർ ഭാഗത്ത് വണ്ണാത്തിക്കടവ് പാലത്തിന് സമീപത്തുള്ള റോഡിലെ കുഴികളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളും വാഹനങ്ങൾക്ക് അപകടക്കിണിയായി മാറുകയാണ്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ അപകടങ്ങളും നിത്യസംഭവങ്ങളാണ്. കുഴികൾ ഒഴിവാക്കാൻ ഇരുചക്ര വാഹനങ്ങൾ പെട്ടെന്ന് ദിശ മാറ്റുമ്പോൾ പിന്നിലുള്ള വാഹനങ്ങൾ വന്നിടിച്ചാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീക്ക് ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേൽക്കാനിടയായിട്ടുണ്ട്. ചന്തപ്പര പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതായത് കണ്ടോന്താറിൻ്റെ തുടങ്ങുന്ന ഒരു ഭാഗത്താണ് ഈ അപകട സാധ്യതയുള്ളത്. ഇവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളോളായി. ഈ ഒരു ചെറിയൊരു ഭാഗത്ത് കുഴികളാണുള്ളത്. പെട്ടെന്ന് വാഹനങ്ങൾ വെട്ടിക്കുന്ന സമയത്ത് ചെറിയ വാഹനങ്ങൾക്ക്, അതായത് 2 വീലർ പോലെയുള്ള വാഹനങ്ങൾക്ക് വളരെ അപകട സാധ്യതയുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഈ ഭാഗത്ത് റിപ്പയർ ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം കരിവെള്ളൂർ പാലക്കുന്നിലെ ബസ് യാത്രക്കാർ ദുരിതത്തിൽ. ബസ് സ്റ്റോപ്പിന്റെ സ്ഥലം പോലും നിർണയിക്കപ്പെടാത്തതാണ് യാത്രക്കാരെ വിഷമത്തിലാക്കുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം അക്ഷരാർത്ഥത്തിൽ കരിവെള്ളൂർ പാലക്കുന്നിലെ യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ്. അടിപ്പാതയ്ക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോകുന്നത്. പാലക്കുന്നിൽ നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ റോഡിന് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അടിപ്പാതയിലൂടെ 200 മീറ്റർ നടന്നു വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. നിർമ്മാണ സ്ഥലത്തെ ഇരുമ്പ് കമ്പികളും പല സ്ഥലത്തും അലക്ഷ്യമായി നിലനിർത്തിയത് അപകടമുണ്ടാക്കുന്നതാണ്. ഇതുവഴി വാഹനങ്ങളാണെങ്കിൽ ചീറിപ്പാഞ്ഞാകും വരിക. ഇവിടെ കരുവള്ളൂർ മുതൽ പാലക്കുന്ന് ഓണക്കുന്ന് വരെയുള്ള യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഹൈവേനെ കൊണ്ട്. ബസ് സ്റ്റോപ്പ് ചില കാലിക്കടവിലേക്ക് പോകേണ്ടവർക്ക് കരുവള്ളൂർ ചെറിയ വള്ളിയിലെടുക്കാൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറി പോകേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. അതുപോലെ തന്നെ കരുവള്ളൂരിൽ നിന്ന് പയ്യന്നൂരേക്ക് പോകേണ്ടവർക്കും പാലക്കുന്ന് പയ്യന്നൂരൊക്കെ പോകേണ്ടവർക്കും വെള്ളച്ചാൽ ബസ് മാത്രമാണ് ഒരു ആശ്രയം ഇപ്പോൾ നിലവിൽ. അത് തന്നെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നില്ല. ഹൈവേയിലെ ബസ് പോകണമെങ്കിൽ അത് പാർട്ട് ടൈം സ്കൂളും കഴിഞ്ഞ് കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ബസ്സുകൾ. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ ബുദ്ധിമുട്ട്. രാത്രി കാലങ്ങളിൽ ചില സമയത്ത് ബസ്സുകൾ ആണൂർ അങ്ങ് മുക്കിൽ പോകേണ്ട ആണൂർ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിർത്തുന്നത്. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്നവർക്കും ഇതേ പ്രശ്നമാണ് നേരിടേണ്ടി വരുന്നത്. എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2024-25 പ്രകാരമുള്ള പച്ചക്കറി തൈകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം നടന്നു. 50,000-ഓളം തൈകളാണ് വിതരണം ചെയ്യുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2024-25 പ്രകാരമുള്ള പച്ചക്കറി തൈകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു നിർവഹിച്ചു. 2ാം വാർഡ് കൺവീനർ PR വിജയൻ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുറ്റൂർ സംസാരിച്ചു. പഞ്ചായത്തിലുടനീളം 50,000-ഓളം തൈകളാണ് വിതരണം ചെയ്യുന്നത്. കാബേജ്, കോളിഫ്ലവർ, തക്കാളി, വഴുതിന, പച്ചമുളക്, വെണ്ട തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭണ്ഡാരപ്പുര സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കാളക്കാട്ടിലത്ത് നാരായണൻ താന്ത്രികൻ സമർപ്പണം നടത്തി. കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭണ്ഡാരപ്പുര സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് നാരായണൻ തന്ത്രികൾ ഭണ്ഡാരപ്പുര സമർപ്പണം നടത്തി. ഭണ്ഡാരപ്പുരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മവും നടന്നു. ഷാജി KP, രാജീവൻ കൊട്ടോടി, രാജീവൻ പയ്യന്നൂർ, ദാമോദരൻ കാങ്കോൽ, അനേഷ് മാണിയാട്ട് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മഴ പെയ്തതോടെ റോഡരികിലെ കാടുകൾ റോഡിലേക്ക് വീണ് അപകട സാധ്യതയുണ്ടാക്കുന്നു. ഗ്രാമീണ മേഖലയിലെ ഏതാണ്ട് എല്ലാ റോഡുകളിലെയും സ്ഥിതി ഇതുതന്നെ. കാൽനടയാത്രക്കാരെയും ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ് റോഡരികിലെ ഈ കാടുകൾ. കാലം തെറ്റിപ്പെയ്ത മഴ ചില്ലറ വിപത്തൊന്നുമല്ല വരുത്തിവെച്ചിരിക്കുന്നത്. ഇതിന്റെ ചെറിയൊരു ദൃഷ്ടാന്തമാണ് റോഡരികുകളിലെ വളർന്നു നിൽക്കുന്ന കാടുകൾ റോഡിലേക്ക് ചെരിഞ്ഞു വീണിരിക്കുന്നത്. റോഡിന്റെ പകുതിയും മറയ്ക്കുകയാണ് വീണുകിടക്കുന്ന കാടുകൾ. വളവും കൂടിയായാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കണ്ടില്ലെന്ന് വരാം. കാൽനടയാത്രക്കാരെയും ഇത് ഏറെ ബുദ്ധിമുട്ടിലാട്ടിയിരിക്കുകയാണ്. പലയിടത്തും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് റോഡിലെ കാടുകൾ നീക്കം ചെയ്തെങ്കിലും നീക്കം ചെയ്യാത്തത് അതിലേറെയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കാടുചെത്തൽ ഒഴിവാക്കിയതാണ് ഇത്തവണ ഇത്രയേറെ കാട് വളരാൻ കാരണം. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. 39 വർഷത്തെ സേവനത്തിനു ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്ന രാമന്തളി കല്ലേറ്റും കടവിലെ ജവാൻ M. ഭാസ്കറിന് കണ്ണൂർ CRPF കൂട്ടായ്മയുടെ വരവേൽപ്പും കലണ്ടർ പ്രകാശനവും ഡിസംബർ 5-ന് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ കണ്ടോത്ത് വാഹന ഗ്യാരേജിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിനശിച്ചു. കണ്ടോത്തെ TP ഓട്ടോ ഗ്യാരേജിൽ നിർത്തിയിട്ട കാറും ബൊലേറോയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പുലർച്ചെ 1 മണിയോടെ കത്തിനശിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് തിയേറ്ററുകൾ അടച്ചിട്ട് 1 വർഷമാകുന്നു. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തിയേറ്ററുകൾ അടച്ചതോടെ ദുരിതത്തിലായി നിരവധി രോഗികൾ. ആരോഗ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും രോഗികളുടെ പ്രയാസം അറിയിച്ചെങ്കിലും നടപടിയില്ല. ചെറുകുന്ന് പുന്നച്ചേരിയിൽ പൂട്ടിയിട്ട വീട് കുത്തിപ്പൊളിച്ച് മോഷണം പോയത് ഇൻവെർട്ടറും ബാറ്ററിയും ഓട്ടുപാത്രങ്ങളും. മോഷണം നടന്നത് പുന്നച്ചേരിയിലെ KR വിവേകിന്റെ വീട്ടിൽ. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് കണ്ണപുരം പോലീസ്. പരിക്കേറ്റും അവശരായും കിടക്കുന്ന തെരുവുനായ്ക്കളെ പരിപാലിക്കുന്ന അപൂർവ വ്യക്തിത്വമായി പയ്യന്നൂർ സ്വദേശിയായ CP ഹരിഗോവിന്ദൻ. പയ്യന്നൂർ നഗരത്തിലും പുറത്തുമായി നിരവധി നായ്ക്കളുടെ നിയമപരമായ പരിപാലനം ഹരിഗോവിന്ദൻ ഏറ്റെടുത്തത് തികഞ്ഞ ആത്മാർത്ഥതയോടെ. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.